ഹലോ മക്കളെ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാനിപ്പോൾ വന്നത്. രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, നമ്മളെ SSLC പബ്ലിക് എക്സാം പാറ്റേൺ മാറുമോ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം കടുപ്പമാവുമോ? ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മളെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഏകൻ തന്നെയാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് ഒന്നാമത്തെ കാര്യം? നമ്മുടെ എക്സാം പാറ്റേൺ മാറുമോ? എന്താണ് ഈ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഫിസിക്സിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 1 മാർക്കിൻ്റെ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്താൽ, 2 മാർക്കിൻ്റെ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്താൽ, 3 മാർക്കിൻ്റെ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്താൽ, 4 മാർക്കിൻ്റെ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്താൽ എന്നാണ് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ. എന്നാൽ ആ പാറ്റേണിന് യാതൊരു തരത്തിലുള്ള മാറ്റവും നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയോ ഒന്നും ഇതിനെക്കുറിച്ച് യാതൊരുവിധ വിവരവും എന്ത് ചെയ്തിട്ടില്ല, പുറത്തു വിട്ടിട്ടില്ല. അപ്പം വെറുതെ കുറേ യൂട്യൂബ് ചാനലുകളും പല ആളുകളും വെറുതെ എന്ത് ചെയ്യാണ്, അടിച്ചിറക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. എക്സാം കടുപ്പമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% എക്സാം കടുപ്പമാകും എന്ന് തന്നെ പറയും. കാരണം ഇത് വെറുതെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, എല്ലാ വർഷവും എല്ലാ ടീച്ചേഴ്സും, ഏത് സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടികളോട് എക്സാമിനോട് അടുപ്പിച്ച് പറയും, എക്സാം നല്ല ടഫായിരിക്കും കേട്ടോ, പഠിക്കണം കേട്ടോ എന്നുള്ള കാര്യം പറയാറുണ്ട്. അപ്പോൾ ഈ കാര്യം പറയുന്ന സമയത്ത് കുട്ടികൾ ഒന്നും കൂടി അത് ഗൗരവമായിട്ട് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ തവണ അങ്ങനെയല്ല കഥ. ഈ തവണത്തെ എക്സാം കടുപ്പമാവാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് എന്ന് തന്നെ പറയണം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഡിസ്കഷനിലുണ്ട്. ഒന്ന്, ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം ഒരു സൈഡിലുണ്ട്. സെയിം ടൈമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാരണം കുട്ടികൾ അത് മാത്രം പഠിച്ച് എക്സാമിന് പോകുന്നത് എന്നുള്ളൊരു പരാതി അധ്യാപകരുടെ ഭാഗത്ത് നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നും ഉയരുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം എന്താ കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നം? കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് നോളജ് മാത്രമേ കുട്ടികൾക്ക് ഉണ്ടാവുന്നുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും മാത്രം ബൈഹാർട്ട് ചെയ്തു പോകുന്ന കുട്ടികൾക്ക് ഇനി നാളെ +1 +2 എത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് നോളജ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സിസ്റ്റം മാറിയേ പറ്റുള്ളൂ എന്ന് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നും അധ്യാപകരുടെ ഭാഗത്ത് നിന്നും മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, വലിയ നിർദ്ദേശം പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്, എക്സാം കടുപ്പമാകുമോ എന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എക്സാം കടുപ്പമായിരിക്കും. എന്താ കാരണം? പ്രീവിയസ് ഇയർ നിങ്ങളോട് മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എക്സ്പെക്ട് ചെയ്യേണ്ട, പ്രതീക്ഷിക്കേണ്ട. പുതിയ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരാൻ സാധ്യത ഉള്ളത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സാറേ ഈ പുതിയ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ അറ്റൻഡ് ചെയ്യുക? മക്കളെ, എപ്പോഴാണ് ഒരു എക്സാം ടഫാവുക? നമ്മൾ പഠിക്കാത്ത ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്താണ് എക്സാം ടഫാവുക. എന്തായാലും ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറത്തുനിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ മാർക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നേക്കും, അല്ലേ? അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞൊരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ അത് പല രീതിയിൽ ചോദിക്കാം. ആ ചോദ്യങ്ങൾ വളരെ ടഫായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളോട് ചോദിക്കാൻ പറ്റും. ആ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറയുന്നത് അതിനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകൻ ടീം ഇവിടെ സെറ്റായിട്ട് നിൽക്കുന്നത്. നമ്മളെ കൂടെയുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ കമ്മിറ്റിയിലും ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലും ഒക്കെ ഉള്ള ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത്. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം, അതിനെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഏകൻ ടീം നിങ്ങളിലേക്ക് എന്ത് ചെയ്യും, എത്തിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് വീഡിയോസ്, കണ്ടന്റ് വീഡിയോസ്, അതുപോലെ ലൈവ് എല്ലാം കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പം നിങ്ങൾ പല ആൾക്കാരും മോട്ടിവേഷൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ട്. മോട്ടിവേഷൻ കിട്ടുന്നില്ല, ഫോണിൽ മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കറിയാം. അതേപോലെ തന്നെ നിങ്ങൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ടാവും. ചില വിഷയങ്ങൾ, ചില പാഠഭാഗങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാവാത്തതുണ്ടാവും. പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളൊരു ആശങ്ക നിങ്ങളിലുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ആശങ്കകളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം.
നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഇപ്പം നേരിടുന്നത് ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, വീഡിയോസ് ആയിട്ട് വരും, കണ്ടന്റ് വീഡിയോസ് ആയിട്ട് വരും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏകൻ നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പ് ഞങ്ങൾ എന്ത് ചെയ്യാണ്, നൽകുകയാണ്. ബൈ.